സ്നേഹയുടെ ഫ്രൈഡ് റൈസ് കണ്ട് കൊതി വിട്ടിട്ട് അങ്ങനെ അവസാനം നമ്മളും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ഒരു സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസ്. കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട് റെസിപ്പിയിൽ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വിസ്ക് ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് വോക്കിൽ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ഹാഫ് എ സെക്കൻഡ് ടു 40 സെക്കൻഡ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം മുട്ടയൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി, ഉള്ളി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ്, അതായത് ഞാൻ എടുത്തേക്കുന്നത് ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ബീൻസ്, അതിൻ്റെ കൂടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്സ് ആൻഡ് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് 3 to 4 മിനിറ്റ്സ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന പാൻ ഭൂമിയുടെ 12 ഇഞ്ച് വൈഡ് വോക്കാണ്. ഫ്രൈഡ് റൈസ്, ബിരിയാണി, കറിക്ക് എന്ത് വേണമെങ്കിലും ഇത് ജസ്റ്റ് ആപ്റ്റാണ്. സോ ബാക്ക് ടു ദ റെസിപ്പി. വൺസ് ആ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ലോങ് ഗ്രെയിൻ ബാസ്മതി റൈസ്, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, കുറച്ച് ഷുഗർ, സോയ സോസും ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട ഇടാൻ മറക്കരുത്. അതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ